ഹായ് ഫ്രണ്ട്സ്, സ്റ്റംപ് ആൻഡ് സ്റ്റംപിൻ്റെ മറ്റൊരു പ്രത്യേക എപ്പിസോഡുമായി ഫാദർ ടോം ജോൺ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ഇപ്പോൾ 4ാമത് WPL വിമൻസ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുകയാണ്. ഈ ടൂർണമെൻറ്റിൽ 5 ടീമുകളാണ് പങ്കെടുക്കുന്നത്. 5 വളരെ ശക്തിയേറിയ ടീമുകൾ: മുംബൈ ഇന്ത്യൻസ്, റോയൽസ് ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, ഡൽഹി ക്യാപിറ്റൽസ്, ഗുജറാത്ത് ജയൻസ്, UP വാരിയേഴ്സ്. ഈ ടീമുകളെയൊക്കെ നയിക്കുന്നത് 2 വിദേശി ക്യാപ്റ്റൻസും 3 സ്വദേശി ക്യാപ്റ്റൻസുമാണ്. കളി ഏതാണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ കളിയെ ക്രമീകരിച്ചിരുന്നത് 2 വെന്യൂകളിലായിരുന്നു. ആദ്യത്തെ വെന്യൂവായ മുംബൈയിലെ കളി കഴിഞ്ഞു. ഇപ്പോൾ 2ാമത്തെ വെന്യൂവായ വഡോദരയിലാണ് കളികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3ാമത്തെ കപ്പിനായി മുംബൈ ഇന്ത്യൻസ് പരിശ്രമിക്കുന്നു. 2ാമത്തെ കപ്പിനായിട്ട് റോയൽസ് ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പരിശ്രമിക്കുന്നു. ബാക്കി ടീമുകളെല്ലാം കന്നിക്കപ്പിനായി പരിശ്രമിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് പോയിന്റ് നിലയിൽ മുന്നിൽ പ്ലേ ഓഫ് വരെ വന്നെത്തിയിരിക്കുന്ന ഒരു ടീമാണ് റോയൽസ് ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അപ്പോൾ വിദേശി ക്യാപ്റ്റൻസ് ഇവിടെ വന്നിട്ട് ഈ ഗ്രൗണ്ടിനെ സ്വന്തം ഗ്രൗണ്ട് എന്ന് കരുതിക്കൊണ്ട് അവരുടെ കളിക്കാരെ, ബോളേഴ്സിനെയും ബാറ്റേഴ്സിനെയും ഫീൽഡേഴ്സിനെയും വേണ്ട വിധത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കളിയിൽ വിജയം നേടുവാനായിട്ട് അവർ പരിശ്രമിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പണ്ടൊക്കെ പറയുമായിരുന്നു പുരുഷന്മാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു കളിയാണ് ക്രിക്കറ്റ് എന്ന്. പക്ഷേ അതല്ല, ഇന്ന് പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും കളിക്കുന്നുണ്ട്, കളിക്കാനായിട്ട് സാധിക്കും എന്ന് അത് തെളിയിക്കുകയാണ്. ഈ WPLലൂടെ ഒത്തിരി ആവേശകരമായിട്ടുള്ള കളികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അവസാന ഓവർ അല്ലെങ്കിൽ അവസാന ബോളിൽ കളിയുടെ വിധി നിർണ്ണയിക്കുന്ന പല അവസരങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഓരോ കളിയിലും കിട്ടുന്ന ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള കളികളിലും ഈ ടീമുകളെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അഭിമാനിക്കാം. മലയാളികളായ നമുക്ക് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി സജ്ജന കളിക്കുന്നു, ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി മിന്നുമണി കളിക്കുന്നു, അതുപോലെ തന്നെ UP വാരിയേഴ്സിനു വേണ്ടി ആശ ശോഭന കളിക്കുന്നു. ഈ 3 പേരും മലയാളി താരങ്ങളാണ്. മലയാളത്തെ അല്ലെങ്കിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്യുന്ന കളിക്കാരാണിവർ. ഈ കളികളിലൊക്കെ ഇവർ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യുകയാണ്. വിദേശി ക്യാപ്റ്റനാകട്ടെ സ്വദേശി ക്യാപ്റ്റനാകട്ടെ പിച്ച് മനസ്സിലാക്കിക്കൊണ്ട് കളിയുടെ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അവർ മുന്നോട്ട് നീങ്ങുകയാണ് ഈ 4ാമത് വിമൻസ് പ്രീമിയർ ലീഗ് കപ്പ് നേടുവാനായിട്ട്. ഓരോ കളിയെ പറ്റി നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ വനിതകൾ പുരുഷന്മാരോടൊപ്പം ചേർന്ന് അവരോടൊത്ത് കളിക്കുവാനായിട്ട് അവരുടെ അതേ ചാതുര്യവും കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് ഈ വനിതകളും കളിക്കുകയാണ്. അവർ സ്വന്തം ഫ്രാഞ്ചൈസിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം ടീമിന് വേണ്ടി എന്തും ത്യജിച്ചുകൊണ്ട് ഏതെല്ലാം പരീക്ഷണങ്ങളിൽ ഏതെല്ലാം രീതിയിലുള്ള വിഷമഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് അവർ തങ്ങളുടെ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കളിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു പുതിയ വേൾഡ് കപ്പ് ടീമിനെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. വിദേശി ടീം അംഗങ്ങളുമായി കളിച്ചതുമൂലം പരിചരണങ്ങൾ അല്ലെങ്കിൽ പരിചയം മൂലം അവർക്ക് അവരെപ്പറ്റി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ്. 2 വിദേശി ടീം ക്യാപ്റ്റൻസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അവരിൽ നിന്നും സ്വദേശികളായ ടീം ക്യാപ്റ്റൻസും അതുപോലെ ടീം അംഗങ്ങളും അവരുടെ കഴിവുകൾ എന്ത്, അവരുടെ ആക്യുറസി എന്ത്, അവരുടെ കമ്മിറ്റ്മെൻറ്റ് എന്ത്, അല്ലെങ്കിൽ അവർ എന്ത് രീതിയിൽ ഫീൽഡിൽ തങ്ങളുടെ കഴിവുകൾ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് തങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കുന്നു. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിൽ ഫൈനലിൽ വരെ നമുക്ക് ഒരു കടുത്ത പോരാട്ടം കാണുവാനായിട്ട് സാധിക്കട്ടെ എന്നാണ്
ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ല ഒരു ഫൈനൽ. ഈ 4ാമത് WPL 3 മലയാളി കളിക്കുന്ന ഈ ടീമുകളിലൊക്കെ മലയാളികളുടെ പ്രാതിനിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു നല്ല ഫൈനൽ കാണുവാനായിട്ടും ഒരു ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടീം ഈ WPL കപ്പ് നേടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ.